ഹല്ലേലൂയ. വലതുകരത്തിൽ ഉയർത്തി പറയാം ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ സ്വരം ഉയർത്തി പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മഴ നനച്ചിട്ടാണ് തോന്നുന്നത്, സൗണ്ട് കുറവായിരിക്കും. എല്ലാവരും സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കുറച്ചുകൂടെ സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവത്തിന്റെ കൃപ പ്രാർത്ഥിക്കാം. യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമെന്ന് യാചിക്കാം, പ്രാർത്ഥിക്കാം. ശക്തിയോടുള്ള കരമടിച്ചുകൊണ്ട് ഈ ഗാനം ചേർന്ന് പാടുന്നത് കരമടിച്ച്
വിടുതൽ അനുഭവിച്ച് പ്രാർത്ഥിക്കണം.
എല്ലാ ഹിന്ദു സഹോദര സഹോദരികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. അനുകരിച്ച് പ്രാർത്ഥിക്കണം. മുസ്ലിം സഹോദര മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. ലൂത്തറൻ, പ്രോട്ടസ്റ്റന്റ്, CSI എന്നിവരെ എല്ലാ സഭകളിലെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. കൃപയും നനയ്ക്കണേ, പറഞ്ഞേ പ്രത്യേക അസുഖങ്ങളെ വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. കൃപകളെ പ്രാർത്ഥിക്കണം. ആളുകളെ പ്രാർത്ഥിക്കണം. ശക്തികളെ പ്രാർത്ഥിക്കണം.
Praise the Lord. Hallelujah. 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 അഭിഷേകത്തിന്റെ ദിവസമാണ്, കൃപയുടെ ദിവസമാണ്, അഗ്നിയുടെ ദിവസമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രണ്ട് കരങ്ങൾ പോയിക്കൊണ്ട് ഒത്തുവിളിച്ച് God bless you. God bless you. കട്ടനത്തിൽ ഒരുപാട് വചനം കൃപ, അഗ്നി, ആസ്വാദം, പ്രഭാഷകൻ മൂന്നാമത്തെ അധ്യായം. ഇന്ന് അങ്ങോട്ട് ഓടണ്ട. ഫസ്റ്റ് ചാപ്റ്റർ ഒരു സ്ഥലത്ത് നിൽക്കും, രണ്ടാം ചാപ്റ്റർ അങ്ങോട്ട് ഓടും, മൂന്നാം ചാപ്റ്റർ അവിടെ നിൽക്കും, നാലാം ചാപ്റ്റർ കൃപ. അപ്പൊ 4 ചാപ്റ്റർ ഉണ്ട്, 4 ക്ലാസ് കടന്നാത്തെ ഇന്ന് പോകുമ്പോ കൃപയോടെ പോകുന്ന മക്കൾ, ആശ്രയത്തോടെ പോകുന്ന മക്കൾ, ആരോഗ്യത്തോടെ പോകുന്ന മക്കൾ. അപ്പൊ പ്രഭാഷകൻ മൂന്നാമത്തെ അധ്യായം എടുത്ത ആൾക്കാർ അനുസരിച്ച് വാസിക്കേണ്ട. ഒരാളോട് വായിച്ചാൽ പിന്നാണ് അടുത്ത വചനം കരുതിയാണ്. ഇവിടെ വായിച്ചാൽ പിടികൊടുത്ത് എല്ലാവരും വായിക്കട്ടെ. എല്ലാവർക്കും വചനം സ്വന്തമാണ്. ഒരു ടീച്ചർ മാത്രം സ്വന്തമല്ല, ഒരു കലാകാരൻ മാത്രം സ്വന്തമല്ല, എല്ലാവർക്കും സ്വന്തമാണ് ഈ വചനം. അപ്പോൾ പ്രഭാഷകൻ മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യും. മതി. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യും. ഈ 2 ദിവസം ഞങ്ങൾ കുമ്പസാരം, ഞാൻ കുമ്പസാരത്തിലായിരുന്നു. അപ്പൊ നമുക്ക് കുമ്പസാരിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് മാത്രമല്ല, ഈശോയ്ക്ക് കാണിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. ഈശോയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്. എന്നെ വിട്ടേക്ക് ഇങ്ങനെ സന്തോഷം കിട്ടിയാൽ മാത്രം മതി. നീ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. ഇല്ലത്തെ എന്തോ ചോദിച്ചു, ഈശോ നീ ഇങ്ങനെ നടത്തിയിട്ടില്ലേ? അങ്ങനെ ഈശോ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ആത്മാർത്ഥമായിട്ട് ധ്യാനം നടത്തണം. അതുപോലെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കണം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. പ്രത്യേകം കുടുംബത്തിലെ മക്കളുണ്ട്. കുറ്റങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. പ്രത്യേകം ഇപ്പോൾ ഒരു കാലഘട്ടത്തില് ഞാൻ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ട്. CCW Contemporary Endowment Youth. എണ്ണാത്തെ ഡെയിലി എങ്ങനെ മാത്രമേ പറയുന്നുണ്ട്. ഇന്ന് 4 മാർച്ച് CCW Contemporary Contaminated World Husbands, Contemporary Contaminated World Wife. മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിരുദ്ധികെട്ട കാലഘട്ടത്തിൽ വിരുദ്ധികെട്ട സ്വഭാവങ്ങൾ, വിരുദ്ധികെട്ട ഭാര്യക്കന്മാർ, വിരുദ്ധികെട്ട കാലഘട്ടത്തിൽ വിരുദ്ധികെട്ട സ്വഭാവങ്ങൾ ഭർത്താക്കന്മാർ. അതാണ് CCWH. ഒരു മകൻ ഇങ്ങനെ തെറ്റിലേക്ക് പോകുമെങ്കിൽ അവൻ അവന്റെ മകൻ തെറ്റല്ല. അവനക്ക് ജന്മം കൊടുത്ത അമ്മയാണ്, അവനക്ക് ജന്മം കൊടുത്ത പാപ്പയാണ്. അപ്പോ എത്രമാത്രം അങ്ങനെ തെറ്റ് ചെയ്താലും അവൻ പിതാവിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്ത പാപത്തിന് പ്രശ്നമാണ്. അത് തന്നെ പ്രാർത്ഥന. ബഹുമാനിച്ച മാത്രമല്ല, ഞങ്ങൾ ചിന്തിക്കണം. അടുത്തത് ആർന്ന് നടക്കുക, അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോ എന്റെ അപ്പനെ എത്രമാത്രം ചിന്ത വെച്ചിട്ടുണ്ട്, എന്റെ മമ്മി എത്രമാത്രം ചിന്ത വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ ആരാധന മുതൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. എന്നെ മാറ്റണം. ആ ഈശോ അറിയാം. അടുത്തത് 14 ആ സെയിം ചാപ്റ്ററിൽ 3-14 വചനം. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാമ്പുകളുടെ കടം വിടുന്നതിന്
അത് ഉപകരിക്കുക. അത് 15 കർത്തൃയുടെ ജനതയിൽ അത് നിനക്ക് കാരണമായി ഭവിക്കും. നിന്റെ പാപങ്ങൾ മാറ്റി പോകും. അപ്പോ മാതാപിതാക്കളുടെ ദൈവം ഇത് പണ്ടത്തെ പാട്ടുകൾ അച്ഛൻ പുതിയ പാട്ടുകൾ കണ്ടെത്തിയിരുന്നു. പറയണ്ട, മാതാപിതാക്കളുടെ ദൈവം ഇത് പണ്ടത്തെ പാട്ടുകൾ ഇപ്പൊ അച്ഛൻ പുതിയ കണ്ടെത്തിയിരുന്നു. പറയില്ല പറയില്ല. മാതാ കാണാൻ പറ്റാത്ത ദൈവത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കാണേണ്ടത് മാതാ, അതിനടുത്ത് കാണേണ്ടത് പിതാവ്. ഈ രണ്ട് കണ്ട ശേഷം അച്ഛൻ ഗുരു. ഇത് മൂന്ന് പിന്മാറ്റാൻ വരെ കാണാൻ പറ്റാത്ത ദൈവത്തെ കണ്ടുപിടിക്കാറുള്ളൂ. അതുകൊണ്ട് പൂർവികർ നന്നായിട്ട് അനുഭവിച്ച് പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. പൂർവികർ മാതാപിതാക്കളുടെ ദൈവം ഇപ്പോ ഞാൻ വേറെ പാട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യത്തെ ദൈവം നിങ്ങളാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ് ഈശോ. ഇത് യഥാർത്ഥ ദൈവമാണ്. ഈ ദൈവത്തെ കണ്ടുകൊണ്ടിട്ടുണ്ടെങ്കിൽ താഴോട്ട് 3 ദൈവമുണ്ട്. 1 അമ്മ, 2 ഭാര്യ, 3 പെൺകുട്ടി. പറഞ്ഞത് കുടുംബത്തിലൊരു അമ്മയെ എത്രമാത്രം നീ നയിക്കുന്നുവോ, എത്രമാത്രം നീ സ്നേഹിക്കുന്നുവോ, എത്രമാത്രം കരുതലോടെ കൊണ്ടുപോകുന്നുവോ അത്രമാത്രം നീ ഈശോയുടെ അടുത്ത് എത്താൻ പറ്റും. ഈശോയുടെ അടുത്തിരിക്കാൻ പറ്റും. ഇപ്പോ ആകർഷണമുള്ള ആശ്രമം, ഓൾഡ് ഏജ് ഹോം, ഇതുപോലെ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. പൈസ കൊടുത്ത് അമ്മയെ കൂടി ആകർഷണമുള്ള ആശ്രമത്തിൽ ചേർത്തിട്ടുണ്ട്. കരിമ്പ ഒറ്റപ്പാലം അവിടെ ഞാൻ ഈ ആകർഷണമുള്ള ആശ്രമത്തിൽ ഞാൻ ജോലി ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പോ 9 മക്കൾ, 4 ഡോക്ടേഴ്സ്, 2 ടീച്ചേഴ്സ്, പോലീസ്, ഇതെല്ലാം ടീച്ചേഴ്സ്. അമ്മയെ ആകാശമുള്ള ആശ്രമത്തിൽ വിട്ടിട്ട് എല്ലാം അമേരിക്ക സെറ്റിട്ടുണ്ട്. പിള്ളേര് അമേരിക്ക സെറ്റിട്ട് അമ്മ ആകാശമുള്ള ആശ്രമം സെറ്റ് പേടിക്കണ്ട. അപ്പോ ഈ അമ്മച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആകാശമുള്ള ആശ്രമത്തില് ഡോക്ടേഴ്സ്, നഴ്സ് ഈ ക്ലീൻ ചെയ്യുമ്പോൾ ഗ്ലബ്സ് ക്ലീൻ ചെയ്യും. ഞാൻ ഗ്ലബ്സ് ഇടുന്നത് ഏറ്റവും വരട്ടെ, കുഷ്ഠരോഗം വരട്ടെ, ക്യാൻസർ വരട്ടെ, പ്രശ്നമില്ല. എന്റെ സ്വന്തം അമ്മയെ കഴുകുന്നത് പോലെ, എന്റെ സ്വന്തം പപ്പയെ കഴുകുന്നത് പോലെ ഈ കരം കൊണ്ട് കഴുകുമ്പോ വേറെ യാതൊരുത്തും പറയാൻ പറ്റാത്ത കാര്യത്തെ അമ്മച്ചി എന്റെ അടുത്ത് പറഞ്ഞു. ഇതാണ് ഈ ചരിത്രം. 9 പേർ ആകാശം, കരിമ്പ, ഒറ്റപ്പാലം, കുഞ്ഞു നമ്പിയാൽ കണ്ണറുള്ള സ്ഥലം, ഒട്ടപ്പുല്ലൻ. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കുഞ്ഞിനെ മഹാകവി ഒറ്റ ഇഷ്ടം, കുഞ്ഞിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കവി എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടം. മഹാകവി എല്ലാവരും ഭയങ്കര ഇഷ്ടം. എത്ര മക്കളുണ്ട് അമ്മ ആകാശപ്രകാശം. ഇതുപോലെ തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നീ പോയിട്ട് നേർച്ച ചെയ്യേണ്ട, കാണിക്കേണ്ട, വിലമണി പോകണ്ട, വെട്ടികൾ പോകണ്ട, ഡിവൈൻ സെന്ററിൽ പങ്കെടുക്കണ്ട, എല്ലാത്തിനും ധ്യാനത്തിലും പങ്കെടുക്കണ്ട. സ്വന്തം അമ്മയെ പപ്പയെ ബഹുമാനിക്ക്. തീർച്ചയായിട്ട് ഇനി നടത്താൻ പോകുന്ന ഈ ആരാധനയിൽ കിരുവ അഗ്നി ഇറങ്ങി വരും, ഒഴുകി വരും. ചിന്തിക്കണം, എത്ര മാത്രമേ എന്റെ പപ്പയെ ഞാൻ നോക്കിച്ചിട്ടുണ്ട്, എത്ര മാത്രമേ എന്റെ മമ്മിയെ ഞാൻ ഉദാസീനപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. ഇനി എല്ലാവരും സ്പർശിക്കുന്നവരായിരിക്കും. നന്നായിട്ട് ഈ വചനം നിങ്ങൾക്കുള്ള കൊണ്ടുവന്ന വചനങ്ങളാണ്. മക്കളെ അത് 4ാമത്തെ വചനമായിരിക്കും. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപപ്പെട്ടിരിക്കുന്നു. സൂപ്പറാണ് വചനം. അമ്മയെ മാതാപിതാക്കളുടെ ദൈവം ഇപ്പൊ കണ്ടെത്തിയത് അമ്മ, ഭാര്യ, മകൾ. ഒരു കുടുംബത്തിൽ നന്നായിട്ട് അമ്മയെ കാക്കണം, വഴി നടത്തണം. അതേപോലെ ഭാര്യയും കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അമ്മ പറയും, അത് പച്ച ഉടനെ അത് അടിക്കരുതേ. അമ്മയെ അമ്മയെ പറയും, പറ്റില്ല ഞാൻ ലൈസൻസ് കൊടുക്കുന്നു, എനിക്ക് ലൈസൻസ് കിട്ടി, ഞാൻ എന്തും ചെയ്യും.
തിരിച്ചു കൊടുക്കും. അപ്പൊ അവകാശം ഞാൻ 2 കേസ് തിരിച്ചു കൊടുക്കും പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നത് അതിന്റെ കപ്പക്കടയിൽ ഒരു ഭാര്യ ഇവൻ എപ്പോഴും കുടിച്ചിട്ട് വന്നിട്ട് ഈ സുരുട്ട് സിഗരറ്റ് വെച്ചിട്ട് ഞാൻ സൂട് വയ്ക്കും. സഹിക്കാൻ പറ്റില്ല ഈ ഭാര്യ. ഞാൻ ഒരു കാര്യം ചെയ്യും, ഇനി ഒരാഴ്ച ഇത് സഹിക്കും. എന്റെ എന്നോട് പറ്റുള്ള പ്ലീസ് ദയവ് ചെയ്യില്ല കാൽ പിടിക്കും, കരഞ്ഞു ചോദിക്കുക, ക്ഷമിക്കുക. വീണ്ടും ചെയ്താൽ ഈ സിഗരറ്റ് എല്ലാം നോക്കിയിരിക്കുക ഒരു കാര്യം ചെയ്യും. ആദ്യം നല്ല ഭക്ഷണം കൊടുക്കുക, തിന്നട്ടെ. ആദ്യം അവൻ കിടക്കാൻ പോകും, നല്ല രീതിയിൽ കിടക്കാൻ പോകും, പോട്ടെ. ഇനി എല്ലാം കാര്യം ചെയ്തിട്ട് അതിന് മുൻപ് നല്ല ഒരു വലിയൊരു കപ്പി ഇരുട്ട് കണ്ടെടുത്ത് വയ്ക്കണം. അതെങ്ങനെയല്ലേ ഇവൻ എങ്ങനെ ചൂട് വയ്ക്കുന്നോ അതേപോലെ കനലിൽ വെച്ചേക്ക് വെട്ടിക്ക് താഴെ വെച്ചേക്ക് ഇന്നും വന്നിട്ട് അതേപോലെ ചെയ്യും. നീ സമയം കൊടുത്ത് ഒരാഴ്ച സമയം കൊടുത്ത് യാചിച്ച് കെഞ്ചി കറഞ്ഞ് ഊപ്പാടായി പക്ഷേ അവൻ ചോദിച്ചിട്ടില്ല, പിടിച്ചില്ല, കേട്ടില്ല, പറഞ്ഞു ചെയ്തിട്ടില്ല. ഇന്നത് അവൻ കിടക്കും. ഇതെല്ലാം ചെയ്തിട്ട് ഉപദ്രവിച്ചിട്ട് ദൈവോപദ്രവം ചെയ്തിട്ട് കിടക്കുമ്പോ ആ കമ്പെടുത്ത് ഒറ്റ വര ഈ അണ്ണാണിക്ക് 3 വര കേട്ടോ, അണ്ണാണിക്ക് 3 വര നല്ല കാലിൽ 3 വര വരച്ചേക്ക് എല്ലാം ശരിയാവും. നിങ്ങൾ തെറ്റിപ്പോവും. അവർ അച്ഛോ അച്ഛ അന്ന് ചെയ്ത അവൻ എന്റെ നാളെ കൊല്ലും. പലർക്കും ചെയ്താൽ ഇപ്പൊ ചെയ്തിട്ട് അവൻ ഉറപ്പായിട്ട് അവൻ കൊല്ലും. അതുപോലെ സമയം എടുത്ത് പ്രാർത്ഥിച്ചു നീക്കും തെറ്റിപ്പോവും, നാളെ തെറ്റിപ്പോവും. ഇവിടെ അതേപോലെ പോയിട്ട് ചെയ്യുന്നത് அந்த தைரியத்தை നമുക്ക് തരുന്നത്. ഇവിടെ കെഞ്ചി കളഞ്ഞ് നോക്കി ശരിയായിട്ടില്ല. അതിനകത്ത് ഉറങ്ങുമ്പോ அந்த നല്ല വെളുത്തുള്ള കമ്പിയിൽ എടുത്ത് ഇത് പുറത്ത് പറയുന്നല്ലോ നല്ല പുറകെ പറഞ്ഞു പുറത്ത് പറഞ്ഞ നാണക്കേട് അയ്യോ എന്റെ ഭാവിയെ പുറകെ വായിച്ചിട്ടുണ്ട് അന്നൊരു നാണക്കേട് പുറത്ത് പറയാൻ പറ്റില്ല. അന്ന് മുതൽ ഇവർ കണ്ടാലേ വേണ്ടി പേടി. എടി നാളെ വാർത്തയില് ഇനി ഇങ്ങനെ വാർത്തയില് ഇതുവരെ വിശ്വസിച്ചു ഇതിനെക്കാട്ടിലും ചേട്ടായി ഞാൻ ഒത്തിരി വിശ്വസിച്ചു. ചേട്ടായി എന്നെ കല്യാണം കഴിക്കുമ്പോൾ നല്ല രീതിക്ക് സ്നേഹിക്കും, എന്നെ ഉപദ്രവിക്കുക. ഞാൻ എന്റെ കടന്ന ജീവിതം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജീവിതമായിട്ട് ഞാൻ കടന്നു വന്നു. ഇപ്പൊ ഒരു വ്യക്തിയുടെ കയ്യിൽ ഞാൻ കല്യാണം കഴിച്ച് അവിടെ കല്യാണം കഴിച്ച് വന്നു. ഈ വ്യക്തിയോട് ഇരിക്കുമ്പോൾ എനിക്ക് ബാധ്യത കിട്ടും, എനിക്ക് സുരക്ഷിതം കിട്ടും, സുരക്ഷിതവും സുരക്ഷിതം കിട്ടും, ബാധ്യത കിട്ടും എന്ന് ചിന്തിച്ച് വിശ്വസിച്ച് എന്റെ കരങ്ങൾ പിടിക്കുമ്പോൾ എന്റെ കരങ്ങൾ അതിന് എതിരായിട്ട് ചൂട് വയ്ക്കുന്ന കരങ്ങൾക്ക് മാറിയോ വിഷമം ചേട്ടാ വിഷമോ. ഇപ്പൊ നീ വിശ്വസിക്കാം, ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഇനി നീ ഉപദ്രവിക്കല്ലേ. ഇത് അഗ്രിമെന്റ്. ഇപ്പൊ സൂപ്പർ കപ്പിൾസ് എന്നെ കാണുമോ? ഇവിടെ തൊട്ടടുത്ത് നല്ല സൂപ്പർ ജീവിക്കുന്നു. നാളെ ചെയ്യില്ല അത് അങ്ങനെ ചെയ്യുന്ന പരീക്ഷ വരും. അത്രമാത്രം ബുദ്ധിമുട്ടില്ല കുടുംബങ്ങളിൽ. അതേപോലെ പെൺകുട്ടികൾ അപ്പം പോകുമ്പോൾ ഒരു അടി അടിക്കണം, മമ്മി പോകുമ്പോൾ ഒരു അടി അടിക്കണം, ചേട്ടൻ ഒരു അടി അടിക്കണം, അനുജി കൂടെ 5 മണം ചെയ്ത് ചലാണം അടിക്കണം. പാവം പെൺകുട്ടികൾ ദൈവമാണ്, ഭാര്യ ദൈവമാണ്, അമ്മ ദൈവമാണ്. കുടുംബത്തിലെ പെൺകുട്ടിയും ഭാര്യയും അമ്മയും നയിക്കുന്ന ഏതോരും കാണാത്ത ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുള്ളൂ. அதுதான் மரியாதை, அதுதான் ஸ்நேகம், அதுதான் கருதல், അതന്നെ കാരുണ്യം. ഇതിനെ തീർച്ചയായിട്ടും സ്വർഗത്തിൽ ചെയ്യണം. ഞാൻ കല്യാണത്തിൽ എവിടെ കല്യാണത്തിൽ പോയാലും ഞാൻ കല്യാണത്തിൽ വെച്ച് പ്രസംഗിക്കണം. കല്യാണം വെച്ചാ തിരുവനന്തപുരം വെച്ചാ
ഈ ഭൂലോകത്തിൽ നിശ്ചയിക്കപ്പെട്ട, ഈ മണ്ഡലത്തിൽ, ഈ ഭൂമിയിൽ നിശ്ചയിക്കപ്പെട്ട സ്വർഗത്തിന്റെ സന്തോഷം. ഈ ഭൂമി നിശ്ചയിക്കപ്പെട്ട എങ്ങനെയാണ്? ഇവിടെ എല്ലാവരും കല്യാണം ചെയ്യുക. ഈ ഭൂമിയിൽ നിശ്ചയിക്കപ്പെട്ട ഉറപ്പ് വരുത്തിയ സ്വർഗത്തിൽ സന്തോഷിക്കാനുള്ള ആ സന്തോഷം കല്യാണം. അപ്പോ അവിടെ സന്തോഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ സന്തോഷിക്കുന്നു. പറ്റുന്ന ചെയ്യാറ് അടിയും ഒടക്കും ബെല്ലും ചീത്തയും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ചിന്തിക്കണം. അടുത്ത വാക്യം മക്കളെ, അഞ്ചാമത്തെ പിതാവിനെ ബഹുമാനിക്കുന്നത്. നമ്മുടെ നിക്ഷേപം നിക്ഷേപം കരുതി കൂട്ടിവെക്കുന്നു. ഈ അമ്മയെ ബഹുമാനിച്ചാൽ 3 നിക്ഷേപം എടുക്കണം. 1 സമ്പത്ത്, 2 സമൃദ്ധി, 3 ആയുഷ്കാലം. അമ്മയെ സ്നേഹിക്കുന്നവൻ അവർക്ക് 3 നിക്ഷേപമുണ്ട്. 1 സമ്പത്ത്, 2 സമൃദ്ധി, 3 ആയുഷ്കാലം. ദീർഘകാലം ഉറപ്പായിരിക്കും. അടുത്തത് 4 പിതാവിനെ പിതാവിനെ അവന്റെ മക്കൾ സന്തോഷിക്കണം. ഒരു കുടുംബത്തിൽ പോയിട്ട് കൂട്ടായ്മ ഏதாவது പ്രോഗ്രാം വരുമ്പോൾ அந்த பப்பா மக்கள் வருகிற ரீதி, மக்கள் பப்பாட்ட கொஞ்சின ரீதி, கல்யாணத்தில் போகும்போதே பப்பா மக்களுக்கு ரொம்ப கொடுத்து போகும். அது காரணம் அந்த பெண்களுக்கு பயங்கர சந்தோஷம். கொண்டாடுவோம் அப்புறம் நல்ல ரீதி என் சமுதாயத்தை போகிறோம். அது காரணம் அவன் வேற ஒரு பையன் பாப்பா கண்டனும் 2 அடி என்ன அவன் மௌன கட்டி வச்சு கொடுத்துட்டு நீ ஒடிக்கிட்டு ஒரு உலகத்திலோ அவன் காரணம். இப்போ உள்ள ஆட்கள் பயங்கர பிஸி யாருக்கும் பிள்ளைக்கு ரொம்ப தருவார் தெரிஞ்சு நம்ம பையன் அரவணைப்பு கருதல் உண்மை கொடுத்து அதான் ஸ்பர்ஷினா லவ் லாங்குவேஜ் சிறைக்கிற பாஷை அஞ்சன பாருங்க மாஸ்டர் பாஷை இஸ் டச்சிங் மக்களை தலை கொடுக்கிறது, உண்மை கொடுக்கிறது, முடிவுகளை செய்கிறது, அரவணைக்கிறது, அது பயங்கர. அடுத்தது வாங்கிக்கிறேன். 6வது பிதாவிനെ தீர்க்ககாலம் ஜீவிக்கணும். அதான் அது வந்து சமൃദ്ധി സമ്പത്ത് ദീർഘായുസ്. അടുത്തത് 8ാമത് വചനം പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. അത് ഭയങ്കര ഒരു നല്ല സന്തോഷമാണ്. ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാത്രമാവുക. ഇവൻ എന്റെ മോനാണ്. പുറത്ത് പോയി പറയുക അവൻ എന്റെ മോനാണ്. മൂത്തവൻ അറിയണം ഇളയവൻ അവൻ എന്റെ മോനാണ്. പാത്രമാവണം. അതുപോലെ മൂത്തവൾ ഇളയ മൂത്രത്തിൽ പക്ഷേ എന്റെ മൂത്ത മോള് അത് മോളാണ്. அந்த ஸ்ட்ரெஸ் അങ്ങനെ പറഞ്ഞാൽ നീ അത് പരിഗണിക്കുന്നില്ല. അത് മോളാണ് പറയുമ്പോൾ അത് പാത്രമാണ്. മറ്റു ആൾക്കാർക്ക് മുന്നിൽ പറയുക അത് പാത്രമാണ്. അങ്ങനെ ഒരു അന്തസ്സ് കിട്ടണം മക്കൾക്ക്. മക്കളുടെ എന്റർടൈൻമെന്റ് സ്നേഹിക്കണം. അടുത്തത് മക്കളെ 11 ഇല്ല 9 പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും, ശക്തിയാക്കും. മക്കളെ നന്നായിട്ട് എന്നെ അപ്പം പറയണം, മമ്മിയെ പറയണം. അങ്ങനെ പറയും മക്കൾ നന്നായിട്ട് പകൽ ശരിക്കാൻ പറയും. ഏതൊരു അമ്മ ശരിക്കുന്നുവോ ആ അമ്മയുടെ ഗർഭഭാഗം ശരിക്കണം. ഏതൊരു അമ്മ സ്വന്തം മകൻ ശപിച്ചാൽ അതിന്റെ അർത്ഥം ഇതിരി നല്ല കേൾക്കാൻ നന്നായിട്ട് കാതുകൊണ്ട് കേൾക്കും. ഏതൊരു അമ്മയും സ്വന്തം മകനെയും മകളെയും ശപിച്ചാൽ അതിന്റെ അർത്ഥം തന്റെ സ്വന്തം ഗർഭഭാഗത്ത് ശപിക്കുന്നുണ്ട് എന്നർത്ഥം. അവരുടെ മകനെ പറയുന്നത്. അപ്പൊ ഇനി ഒരിക്കലും ശപിക്കരുത്. നീ ഇന്ന് തന്നെ ശപിക്കുന്നുണ്ട്. ഒരിക്കലും ശപിക്കാൻ പാടില്ല. ശാപം എന്നെ തിരിച്ചറിയുന്നു. അടുത്തത് 9 വായിച്ചു. അടുത്തത് 11 പിതാവിനെ ബഹുമാനിക്കുന്നവൻ, മഹത്വം ആർജിക്കുന്നവൻ, അമ്മയെ അനാദരിക്കുന്നവൻ, അവയെ ഇരയാണ്. ഇതിന് യഥാർത്ഥത്
നൈതം ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. വചന വഴി കാര്യം അത്രയേ ഉള്ളൂ. നിങ്ങൾ അല്ല നിങ്ങൾ അറിയില്ല ഈ കാര്യങ്ങളിലൂടെ അറിയാം. ചില വചന വഴി കാര്യം അത്രയേ ഉള്ളൂ. അപ്പോ നിങ്ങൾ ഇത് വചനത്തിൽ കേട്ടിട്ട് ഇതിന് എന്റെ ജീവിതം ഒരുമിച്ച് പോകുന്നുണ്ടോ ഇല്ല എതിരായിട്ട് പോകുന്നുണ്ടോ പെരുത്ത് പോകുന്നുണ്ടോ ചിന്തിക്കുന്നു. അടുത്തതായി 12 മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അപ്പൻ കൊല്ലം പോയിട്ട് അവരുടെ കേൾപ്പാട് പാലത്തിന് മുൻപ് ഈ മീൻ മാസം കഴിക്കും. അത് എന്റെ ഊരിലല്ല, കൊല്ലത്തില് ഒരു വലിയ പാമ്പുണ്ട്. ഇവിടെ പോയി അത് ഭയങ്കര മീൻസ് ആ ഊർ എന്നാ എന്തോ അവിടെ പോയാൽ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ തന്നെ പോകും, ഉറക്കം പോകും. നല്ല ജീസ് മീൻ സുഖമടിക്കും. അതുപോലെ കാറിൽ പോയി ഈ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അപ്പൻ സൗദി പോയിട്ട് സമ്പാദിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് മക്കൾ ഉയർത്തി വീട്ടിൽ വന്ന ശേഷം ഈ ഭാര്യ പേരുടെ സ്ഥലം എഴുതി, മക്കൾ പെൺമക്കൾ അവരുടെ സ്ഥലം എഴുതി വീട്ടിൽ വന്നിട്ട് അവർക്ക് ഒരു പ്രത്യേകം ഒരു സ്പെഷ്യൽ അത് കണ്ടത് ഇവൻ എന്റെ കല്യാണത്തിൽ വരണ്ട മോ പറയുമ്പോ ഇവൻ അപ്പ ഇവൻ എന്റെ കല്യാണത്തിൽ വരണ്ട. അങ്ങേര് മോഹനല്ലേ ഭയങ്കര പ്രശ്നമാണ്, മാറ്റി വെച്ചല്ലോ. ഭയങ്കര സങ്കടം, വിഷമം കരഞ്ഞുകൊണ്ട് കല്യാണത്തിലേക്ക് കയറുമ്പോൾ സഹിക്കാൻ മോള് അപ്പഴ ഒറ്റ അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. അപ്പ രണ്ടു വന്നത് കാര്യങ്ങൾ ഭയങ്കര ഞാൻ കീരണം പിന്നെ കൗൺസിലിംഗ് കൊടുത്ത് ഇപ്പൊ ഒരു കുടുംബം ഉണ്ടാക്കി. പക്ഷെ അവസ്ഥ നോക്ക്, സ്വന്തം അപ്പനെ മൗല അടിക്കണമെങ്കിൽ അത് ശാപമാണ്. ഇപ്പൊ ജനങ്ങളുടെ വയസ്സാണ്. അതേപോലെ അവരുടെ മമ അവർ തിരിച്ചടിക്കണം. വെള്ളം കുടിച്ച് ഇടത്തുള്ളവർ നോക്കിയോ. നാം ഇവിടെ അന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പറഞ്ഞിട്ടുണ്ട്, മൗലെ നിനക്കൊരു മൗനുണ്ട്, ആ വളർന്നിട്ട് നീ നിന്റെ അപ്പൻ അടുത്തതുപോലെ നിനക്ക് വെള്ളം കിട്ടിയിട്ട് നീ മാസപ്പെട്ടത്. ഇപ്പൊ കൗൺസിലിംഗ് കൊടുത്ത് ഒരുമിച്ച് പല കാട്ടിരിക്കുക. പക്ഷേ നീ ഒപ്പം തിന്നിട്ടുണ്ട് വെള്ളം കുടിക്കോ. സ്വന്തം അപ്പനെതിരായിട്ട് അത് മൗലെല്ലാം നല്ല കരുതലോടായിരിക്കും. പക്ഷെ ഇവിടെ അടിച്ച് ഒത്തിരി ചിന്തിക്കും. ഇതെല്ലാം ചെയ്ത അടുത്ത ആളെ പത്തുവരിക ആളെ ഈശോയുടെ പാപത്തിൽ നിങ്ങൾ വെക്കണം. 12 അവൻ ആരോഗ്യം കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. ഇത് തെറ്റ് ചെയ്യുന്നവർ അപ്പ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, റബ്ബർ ഇട്ട് കൂലി തൊഴിലാളി ചുമട് പൊക്കുന്നത് ഇത് കഷ്ടപ്പെട്ട അപ്പനാണ്. അവൻ അത് ആ കഷ്ടത മനസ്സിലാക്കി അവൻ എന്ത് ചെയ്യും? മക്കൾ പഠിക്കണം എന്നുള്ള അല്ലേ? അങ്ങനെ നിങ്ങളെല്ലാം ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കണം. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇവൻ അപ്പ എനിക്ക് അറിഞ്ഞൂടാതെ ഈ മക്കൾ പറയുന്നത് പപ്പ എനിക്ക് അറിഞ്ഞൂടാ. അരിവിന്റെ അഹങ്കാരം മക്കൾ അപ്പഴ അറിഞ്ഞൂടാ, മമ്മി അറിഞ്ഞൂടാ. ഞാൻ അമേരിക്ക പോയി പഠിച്ചിട്ടുണ്ട്, ഇറ്റലി പോയി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പറയും. ഞാൻ മുമ്പ് പറയും ഈ കുക്കർ ജനിച്ച ഒരു വ്യക്തിയാണ്. 50 വർഷം 100 ചാക്കളെ എന്റെ തല ജന്മം കൊടുത്തത്. കിംസ് ഹോസ്പിറ്റലല്ല എന്റെ തല 50 വർഷത്തിന് മുൻപ് സാധാരണ 100 ചാക്കളെ ജന്മം കൊടുത്തത്. ഞാൻ അതേ പറയുള്ളൂ. ഞാൻ ഇറ്റലി പോയിട്ട് ഞാൻ ആഫ്രിക്ക പോയിട്ട് കെനിയ പോയിട്ട് ഞാൻ പറയുന്നത്. நான் சாதாரண
മൗനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും പോകാനുള്ള ആശ്രമം ചെയ്യുന്നുണ്ട്. അറിവ് വലുതല്ല. അപ്പനക്ക് 60 വയസ്സ് 50 വയസ്സ് 70 വയസ്സ് ആണെങ്കിൽ അവൻ അത്ര വയസ്സ് ജീവിതത്തിൽ ജീവിച്ച് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അവൻ അപ്പനക്ക് ഉള്ളത് ജ്ഞാനം, മോനക്ക് ഉള്ളത് അറിവ്. ജ്ഞാനം അറിവ്, ജ്ഞാനം വിജയിക്കും, അറിവ് തോറ്റു പോകും. ശരിയാണ്. ജീവിതത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് അപ്പൻ. അവൻ ജയിക്കും. മകൻ ഈ ഇങ്ങനെ പേപ്പർ പഠിച്ച് തോറ്റു പോകും. അപ്പോ ഏത് പപ്പയും മമ്മിയും ഇങ്ങനെ കാര്യമില്ല, അമ്മയും കാര്യമില്ല, അങ്ങനെ അടിച്ചമർത്തല്ലേ പ്രിയപ്പെട്ട മക്കളെ. അടുത്തത് 14 പിതാവിനോട് 16 പരിചയിക്കുന്നത്, പിതാവിനെ പരിചയിക്കുന്നത് 16 ഭജിക്കുന്നത് ദൈവത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിക്കുന്നത് കർത്താവിന്റെ ശാപം. ഇത് ഈ വാക്കുകൾ ഒരിക്കലും കേൾക്കാൻ പാടില്ല. മാതാവിനെ പ്രകോപിപ്പിക്കുന്നു, കർത്താവിന്റെ ശാപം കിട്ടും. അതുകൊണ്ട് അമ്മ എപ്പോഴും ദൈവത്തിന് എങ്ങനെയായിട്ട് സമമായിട്ട് ഇങ്ങനെ ശാപം നമ്മളിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട രണ്ടാമത്തെ സെക്ഷൻ കുടുംബം നവീകരിക്കപ്പെടണമെങ്കിൽ മാതാപിതാക്കളോടുള്ള ഈ കടമകൾ നമ്മൾ കണ്ടതാണ്. അടുത്ത രണ്ടാം സെഷൻ ഇത് അവിടെ റെഡിയായി. ഇത് പ്രത്യേകം വിലപ്പെട്ട സെഷനാണ്. അതിനടുത്ത പ്രാർത്ഥന അതാണ് രണ്ടാം സെഷൻ. ഇന്ന് നടത്താൻ പോകുന്ന ഈ ആരാധനയിൽ രോഗസൗഖ്യം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിടുതൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? തലവേദന മാറി എന്ത് ചെയ്യണം? വയറ്റുവേദന മാറി എന്ത് ചെയ്യണം? മുട്ടുവേദന മാറി എന്ത് ചെയ്യണം? സന്താന സൗഭാഗ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ആഗ്രഹമുണ്ട്. സന്താന സൗഭാഗ്യം കറണ്ട് അപ്പോ എന്ത് ചെയ്യും? നമ്പർ 1 മത്തായി സുവിശേഷം 9:21-22. മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം 21-22. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രമേ എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൻ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു, മകളെ ധൈര്യമായിരിക്കുക. എല്ലാ മക്കളാണ് ഈശോയുടെ മക്കളാണ്. നിങ്ങൾ നോക്കി വാഗ്ദാനം കൊടുക്കുക. ഒറ്റ വാക്കുകളാണ്. ധൈര്യമായിരിക്കുക. അടുത്ത വർഷം പെരുന്നാൾ വരുമ്പോൾ നീ സാക്ഷ്യം ചൊല്ലണം, ഞാൻ നിന്നെ ചൊല്ലി എന്ന് ഈശോ വാഗ്ദാനം പറയുക. അപ്പോ അങ്ങനെ സാക്ഷ്യം പകരണം, സാക്ഷ്യം ചൊല്ലണം എങ്കിൽ അടുത്തത് എന്ത് ചെയ്യണം? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന രോഗസൗഖ്യം കിട്ടണം, വിടുതൽ കിട്ടണം, ഈ കെട്ട് മാറണം, പൊട്ടണം എങ്കിൽ, കടഭാരം മാറണമെങ്കിൽ നീ വിശ്വസിക്കണം. അപ്പൊ ആദ്യത്തെ കാര്യം വിടുതൽ കിട്ടാൻ വേണ്ടി, സൗഖ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആദ്യത്തെ കാര്യം ഇപ്പൊ ആരാധന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ചുമ്മാ ഒന്നും കിട്ടൂല. നീ എവിടെ കിട്ടില്ല.
10 മുതൽ 13 വരെ 8-ാമത്തെ അധ്യായം. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു. തന്നെ അനുഗ്രഹിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമാണ് നിങ്ങളോട് പറയുന്നു. വെരി ഗുഡ്. ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവൻ പോലും നാം കണ്ടിട്ടില്ല. അഞ്ചിൽ ഞെട്ടിക്കൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്കിൽ നിന്നോ പടിഞ്ഞാറിൽ നിന്നോ നിരവധി ആളുകൾക്ക് അബ്രഹാത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ വിരുന്നിരിക്കും. രാജ്യത്തിന്റെ മക്കളായിട്ട് പറഞ്ഞിട്ടുള്ള അന്ധകാരത്തിലേക്ക് എരിയപ്പെടും. അവിടെ വിലാപവും പണ്ടുപിടിയുമായിരിക്കും. യേശു സദാവിനോട് പറഞ്ഞു, പോയിക്കൊള്ളുക. നീ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ, സന്താന സൗഭാഗ്യം കിട്ടട്ടെ, സൗഖ്യം കിട്ടട്ടെ, രോഗം മാറട്ടെ, വിടുതൽ കിട്ടട്ടെ, കെട്ടിൽപ്പെടട്ടെ, കടഭാരം മാറട്ടെ, വഴി തുറന്നു കിട്ടട്ടെ, വ്യാപാരം ഉയരട്ടെ, വളരട്ടെ എന്ന് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ സുഖം പ്രാപിച്ച് കിട്ടത്തില്ല. അച്ഛൻ നേരിട്ട് പറയും, നീ എന്ത് പറഞ്ഞാലും എന്ത് ചിന്തിച്ചാലും ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് ബോദർ. സാരമില്ല അല്ലേ? ഐ ഡോണ്ട് ബോദർ, ഐ ഡോണ്ട് കെയർ. പെട്ടെന്ന് ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് ബോദർ. മലയാളത്തിൽ പെട്ടെന്ന് കടം പിടിക്കണേ. ഒരു പ്രശ്നം അല്ല, ഒരു പ്രശ്നം മനസ്സിലായി. അപ്പൊ പങ്കാളിത്തോ ഈശ്വരനോട് പങ്കാളിത്തം ഡീപ്പായിട്ട് വേണ്ട. അത് മത്തായി 9:28-30. മത്തായി 9:28-30. അവൻ ഭവനത്തിലെത്തിയപ്പോ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? കേട്ടാവേ എന്ന് അവൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്ന് രണ്ട് കണ്ണിൽ ശിരസ് ഇങ്ങനെ വെച്ചുകൊണ്ട് പറയും, ചേച്ചി പറയും ഈ പാട്ട് ആദ്യം പാട്ട് ദർശനം തരുവാൻ അത് പാട്ട് പാടി എന്റെ ചേച്ചിക്ക് പേടിയുള്ളൂ. എന്റെ സ്വന്തം സഹോദരി പേടിയാണ്. നീ ധ്യാനം കൂടാ, പാട്ടെല്ലാം പാടാം, ഈ പാട്ട് മാത്രം പാടണ്ടടാ മകളെ. എന്താണ് സഹോദരി? ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്, സിംഗേഴ്സ് അച്ഛന്മാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നേ നാട്ടിലൊക്കെ മരിച്ചു പോയിട്ടാണല്ല. മറ്റൊരു ആ പാട്ട് പാടല്ലേ എന്റെ കൊണ്ടു പോകാൻ സഹോദര. എനിക്ക് രണ്ടാമത്തെ എന്റെ സഹോദരി, എന്റെ അമ്മ പോയ എന്നെ നോക്കുന്നത് എന്റെ സഹോദരി ടീച്ചറാണ്. നന്നായിട്ട് നോക്കണം, അമ്മയെ പോലെ നോക്കുന്ന ഒരു സഹോദരിയാണ് എന്റെ സഹോദരി. ഒറ്റ മൂത്ത സഹോദരിയുള്ളൂ. അവൾ
ഒത്തിരി രീതിയാണ് പഠിക്കുന്നത്. എല്ലാ തരത്തിലും പാടും. ഈ പാട്ട് പാടിയിട്ട് തന്നെ അങ്ങനെ തുടങ്ങണം. അല്ലേ? അപ്പൊ അവര് പാട്ട് ഈ യൂട്യൂബ് ചാനൽ അവർ കാണുന്നത് പാടുന്നതാണ്. ചൊല്ലിയോ ഒന്നും വലിയ കേൾക്കുന്നേ ഇല്ല. പാട്ട് കൊള്ളാൻ പാടല്ലേ, അതുപോലെ അച്ഛൻ മനുഷ്യരുണ്ട് പാടിപ്പിടിക്കുകയെ വീട് പഠിച്ചിട്ടുണ്ട്. എല്ലാം തിരികെ നോക്ക് പഠിക്കല്ലേ. അപ്പൊ കണ്ണുകൾ തുറന്നു. അപ്പൊ വിശ്വാസം. അപ്പൊ ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 വ്യക്തികൾക്കും വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും തിരികെ ഇറങ്ങി വരും, ഒഴുകി വരും. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പൊ റോസ് കിട്ടണമെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യണം? എളിമപ്പെടണം, അനുസരണം പ്രാർത്ഥിക്കണം. ആദ്യം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം എളിമപ്പെടണം, അനുസരണം പ്രാർത്ഥിക്കണം. ഇത് രണ്ടാമത്തെ കാര്യം. എടുക്ക് 2 രാജാക്കന്മാർ 5-ാമത്തെ അധ്യായം 14. 2 രാജാക്കന്മാർ